പത്തനംതിട്ടയിലെ മഴ ദുരന്തബാധിത മേഖലയിൽ സന്ദർശനം നടത്തി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ആറന്മുള, റാന്നി, തിരുവല്ല മേഖലകളിലാണ് മുഖ്യമന്ത്രി എത്തിയത്. പുഴകളിലെ മണൽ നീക്കാൻ നടപടി ഉണ്ടാകുമെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് സഹായം നൽകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. നിതിൻ തോമസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. നിതിൻ, മുഖ്യമന്ത്രി നേരിട്ടെത്തുമ്പോൾ ജനങ്ങൾ കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കും. അതിൽ അദ്ദേഹം എന്തൊക്കെ ഉറപ്പുകൾ നൽകി? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി നേരിട്ടെത്തി എല്ലാവരുടെയും കയ്യിൽ നിന്ന് നിവേദനങ്ങൾ വാങ്ങുന്നു, അവരെ നേരിൽ കാണുന്നു. അപ്പോൾ അവർക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അടുത്ത വർഷമെങ്കിലും ഈ ഒരു ദുരിതാവസ്ഥയിൽ നിന്ന് റാന്നിയിലെയും ആറന്മുളയിലെയും തിരുവല്ലയിലെയും നിവാസികൾക്കൊക്കെ കരകയറാൻ സാധിക്കുമോ എന്നുള്ളൊരു പ്രതീക്ഷയാണ് അവരുടെയൊക്കെ മുഖങ്ങളിലുള്ളത്. ആദ്യം ഒരു ഉച്ചയോടുകൂടി 12 മണിക്ക് ആറന്മുളയിലേക്ക് എത്തിയ മുഖ്യമന്ത്രി ആറന്മുളയിൽ വിശദമായ ഒരു യോഗത്തിൽ പങ്കെടുത്തു. പത്തനംതിട്ടയിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി. അതിനുശേഷം ആറന്മുളയിലെ തന്നെ വിവിധ ദുരിത പ്രദേശങ്ങൾ സന്ദർശിച്ചു. അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പുകൾ സന്ദർശിച്ചു. ആ ക്യാമ്പുകളിലേക്ക് ആളുകളുമായിട്ട് സംവദിച്ചു. അതിനുശേഷമാണ് അദ്ദേഹം റാന്നിയിലേക്ക് വന്നത്. റാന്നിയിലെത്തി. റാന്നിയിലും ഈ പറയുന്നത് പോലെ തന്നെ ദുരിത പ്രദേശങ്ങൾ, അതായത് ഈ ആദ്യം ക്യാമ്പ് സന്ദർശിച്ചു. അതിനുശേഷം ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ ഒരു 100 കണക്കിന് ആളുകളാണ് നിവേദനവുമായിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തിയത്. പ്രധാനമായിട്ടും വ്യാപാര വ്യവസായ സമൂഹം ഉണ്ടായിരുന്നു. ഈ റാന്നിയിൽ നഗരത്തിലാണ് വെള്ളം കയറുന്നത്. ആ വെള്ളം കയറുമ്പോൾ ഒട്ടനവധി കടകളാണ് നശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഓണ സമയത്തൊക്കെ കടകളിലേക്ക് വെള്ളം കയറുന്നത് അവരെ ഇരട്ടി ദുരിതത്തിലാക്കിയാണ്. അപ്പോൾ അത്തരത്തിൽ വ്യാപാര സമൂഹം ഒന്നടങ്കം അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു തീരാ നഷ്ടത്തിന് എന്തെങ്കിലും ഒരു കരകയറ്റം ഉണ്ടാവുമോ എന്ന് ചോദിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വീടുകൾക്ക് കേടുപാട് സംഭവിച്ചവരും വീടുകളിലേക്ക് വെള്ളം കയറുന്നതിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്നും, അത് പ്രത്യേകിച്ച് ഈ റാന്നി അല്ലെങ്കിൽ ആറന്മുള, തിരുവല്ല പ്രദേശത്തേക്ക് വെള്ളം കയറുന്നതിന്റെ പ്രധാന കാരണമായിട്ട് ഇപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാട്ടുന്നത് ഈ പമ്പയാറ്റിലെ മണലും മണൽപ്പുറ്റുമൊക്കെയാണ്. ഈ 2018 വെള്ളപ്പൊക്കത്തിൽ ഇടപെടുകയാണ്. സമയക്കുറവുണ്ട്. എന്തായാലും മുഖ്യമന്ത്രി ക്യാമ്പുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊരു വിവരമാണ് നിതിൻ പങ്കുവയ്ക്കുന്നത്.